പിടിക്കപ്പെട്ടാൽ നീ ജയിലിലാണ്, നിനക്ക് ജാമ്യം കിട്ടൂല, നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിനക്ക് പറ്റൂല, നിനക്കൊരു കല്യാണം കഴിക്കാൻ പറ്റൂല, നിന്റെ ഭാവി ഇരുളിലായി പോകും. അതോടൊപ്പം ഡി അഡിക്ഷൻ സെന്ററുകളിൽ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കണം, കണ്ടോ ഇതുപോലെ ലഹരി ഉപയോഗിച്ചവരുടെ അവസ്ഥയാണിത്, ഇതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥ നിനക്ക് വരും. അതുകൊണ്ട് തന്നെ മോനത് ഒഴിവാകണം, ചേർത്ത് നിർത്തണം. തള്ളിക്കളയല്ല വേണ്ടത്, ചേർത്ത് നിർത്താനാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തള്ളിക്കളയാൻ പെട്ടെന്ന് സാധിക്കും, അതോടെ അവൻ അകന്നുപോകും, നശിച്ചു പോകും. ഇതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാകണമെങ്കിൽ, മോക്ഷമുണ്ടാകണമെങ്കിൽ, മോചനമുണ്ടാകണമെങ്കിൽ കൃത്യമായ വിശ്വാസം മനസ്സിലുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യമുക്ത ലഹരിമുക്ത സമൂഹത്തെ വാർത്തെടുത്തയാളാണ് ചരിത്രത്തിൽ. എങ്ങനെയാണത്? വിശ്വാസം കൊണ്ടാണ്. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരെന്ന് ചരിത്രം ആക്ഷേപിച്ചവർ പിന്നീട് ഉന്നതമായ സംസ്കാരത്തിന്റെ വക്താക്കളായി മാറിയത് അവരുടെ വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ, സംസ്കാരത്തിന്റെ തനിമ കൊണ്ടാണ്. ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചു. അവസാനം ഒരു ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയും ഇതിൽ നിന്നും വിരമിക്കാറായിട്ടില്ലേ? ചരിത്രം തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു. അറേബ്യയിൽ മദ്യപ്പുഴയൊഴുകി എന്നാണ്. മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർ അത് ഛർദിച്ചു കളഞ്ഞു, മദ്യക്കോപ്പകൾ അവർ വലിച്ചെറിഞ്ഞു, മദ്യം നിറച്ച വീപ്പകൾ അവർ മറിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. എന്തേ അവർക്കതൊരു മാറ്റമുണ്ടായത്? ഞാനൊരു മുസ്ലിമാണെന്നും എനിക്കൊരു മരണമുണ്ടെന്നും മരണാനന്തരം എനിക്കൊരു വിചാരണയുണ്ടെന്നും അവിടെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇതല്ല എന്റെ ജീവിതമെന്നും മരണത്തോടെ എന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണുള്ളത് എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് അത് വിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമമോചനം പ്രഖ്യാപിച്ചു. ഘട്ടം ഘട്ടമായി അവരെ മാനസികമായി പരിവർത്തിപ്പിച്ചതിന് ശേഷമാണ് അവർക്ക് അടിമമോചനം നൽകിയത്. ഇത് ചരിത്രത്തിൽ നിന്ന് കണ്ടിട്ട് അമേരിക്കയിൽ എബ്രഹാം ലിങ്കനും അടിമമോചനം നടത്തിയൊരു സുപ്രഭാതത്തിൽ നിങ്ങളൊക്കെ പോയിക്കോളാം. അവരെങ്ങോട്ട് പോകാൻ? പോയവർ തിരിച്ചു വന്നു. കാരണം അവരുടെ മനസ്സ് പരിവർത്തിക്കപ്പെട്ടിട്ടില്ല. ഇത് ചരിത്രം, കഥയല്ല. മനസ്സിനെ പരിവർത്തിപ്പിക്കലാണ് ഇസ്ലാം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തിൽ മുങ്ങിക്കിടക്കാൻ ആഗ്രഹിച്ച ഒരു സമൂഹം മദ്യത്തിൽ വീണൊരു വണ്ട് ചത്തപ്പോ ആ വണ്ടിനെ നോക്കിയിട്ട് കവിത ചൊല്ലിയവരാണ് പണ്ടേ, നീ എത്ര ഭാഗ്യവാൻ, നീരാടി ആറാടിക്കൊണ്ട് നിനക്ക് മരിക്കാൻ സാധിച്ചല്ലോ. മോനെ, ഞാൻ മരിക്കുമ്പോ എന്നെ മറവ് ചെയ്യുന്നതിന്റെ മുകളിൽ നീ ഒരു മുന്തിരി വള്ളി നടണം, അതിന്റെ വേര് താഴേക്ക് ഇറങ്ങി അതിൽ നിന്നും എനിക്ക് ആ മുന്തിരിച്ചാറ് മദ്യം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞവർ 100% ലഹരിമുക്ത സമൂഹത്തെ ലോകത്താരെങ്കിലും വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ചില മുസ്ലിം നാമധാരികളും ഈ പിടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ കാണാറുണ്ട്. കാരണം ഒരു ഈക്വലൈസേഷൻ വേണമല്ലോ, പ്രാതിനിധ്യം വേണമല്ലോ, ജനസംഖ്യ ആനുപാതിക ക്രമത്തിൽ നമ്മൾ ആൾക്കാരിൽ ഈ മോശമല്ല എന്നുള്ളതാണ്, അല്ലെ? എന്തേ അവർക്ക് സംഭവിക്കുന്നത്? അവർക്ക് മതവുമായി ബന്ധമില്ല. അതോടൊപ്പം തന്നെ എതിർക്കപ്പെടേണ്ട ഒന്നാണ് ആത്മീയ ചൂഷണങ്ങൾ. ആളുകളുടെ വിവരമില്ലായ്മ മുതലെടുത്ത് അവരെ പറ്റിച്ച് കീശ വീർപ്പിക്കുന്ന ഒരുപാട് പുരോഹിതന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, എതിർക്കപ്പെടേണ്ടതാണ്. നാടിന്റെ ഏറ്റവും വലിയ വിപത്തായ ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സമൂഹം ഒന്നടങ്കം സ്വീകരിക്കണം. ഡിപ്പാർട്ട്മെന്റുകളോടൊപ്പം അതിനെതിരെ പ്രവർത്തിക്കുന്ന പോലീസുകാരോട് പൂർണ്ണമായും സഹകരിക്കണം. ഏതെല്ലാം മാർഗങ്ങൾ അതിനെതിരെ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഈ വലിയ തിന്മയെ തകർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ടൊരു ചോദ്യം, വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തെ ജീവിതത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്തൊരു മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത് എന്ന്
നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം ജീവിതത്തിലേക്ക്. എത്ര കൃത്യമായ ചോദ്യം! നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം വേണം. നാളത്തേക്ക് വേണ്ടി എന്തു മുന്നൊരുക്കമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? എന്നിട്ടല്ല പറയാ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മുഴുവൻ അറിവും ബോധ്യവും ഉള്ളവനാകുന്നു അള്ളാഹു എന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ ഒരു തിരുത്തലിൻ്റെതാകണം. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഒരു റമദാൻ കഴിഞ്ഞാൽ തുടർച്ചയായ 6 മാസക്കാലം ആ കഴിഞ്ഞ റമദാനിനെ ഒന്ന് കബൂലാക്കണേ എന്ന് കരഞ്ഞു ദുആ ചെയ്യുന്നവരായിരുന്നു. നമ്മളും അങ്ങനെ തന്നെയാകണം. ഇക്കഴിഞ്ഞ റമദാനിൽ അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ സ്വീകരിക്കണേ എന്ന് മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നേടിയെടുത്ത ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാതെ നമ്മൾ പ്രത്യേകം കാത്തു സൂക്ഷിക്കുക. റമദാനിലെ നമ്മുടെ ഓരോ അമലുകളും എങ്ങനെയായിരുന്നോ, ശ്രദ്ധ എങ്ങനെയായിരുന്നോ, അതേ അളവിൽ അത് തുടരാനുള്ളതാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാൻ റഹീമുമായ അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പും നമസ്കാരം മറ്റ് അമല സ്വാലിഹാത്തുകളും ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ റഹ്മാനെ. മരിക്കാൻ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനം ഉച്ചരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് കരുണ കാണിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ തുടർച്ച പറഞ്ഞല്ലോ. ആ തുടർച്ചക്കായി ഇൻഷാ അല്ലാഹ് പെരുമ്പാവൂർ ടൗണിൽ ഹൃദയഭാഗത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു ദഅവാ സെന്റർ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം, ഇടപെടലുണ്ടാകണം. പണി പൂർത്തിയാകാനുണ്ട്. അത് വിജയിക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء